ചാഞ്ചല്യമില്ലാത്ത ഒരു നിലപാടാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയുള്ള സമീപനമാണ്. അപ്പോൾ ആരുടെ താല്പര്യത്തിനാണ് ഭരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ നേട്ടം ഉണ്ടാക്കുന്ന ആരാണ്? ഇവിടുത്തെ കോർപ്പറേറ്റ്സ് ആണ്. തൃശ്ശൂർ തിരിച്ചു പിടിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ഈ വിലക്കയറ്റം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവരാണ്. ഇന്ന് പൊതുവിതരണ രംഗത്ത് ഏറ്റവും സുശക്തമായ നെറ്റ്വർക്ക് ഉള്ളത് സംസ്ഥാന ഗവൺമെന്റിനാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കുന്ന ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ഈ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ നോക്കുന്നത്. ജനങ്ങൾക്ക് പരിഭവമൊക്കെ ഉണ്ടാവും, പക്ഷേ ജനങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയോട് ഒരു പ്രതികാര ബുദ്ധി LDF-നോട് ഇല്ല. തൃശ്ശൂർ തിരിച്ചു പിടിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വലിയ വിശ്വാസത്തിലാണ്. കാരണം ജനങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിനുണ്ടെന്നുള്ള വിശ്വാസമാണ്. 2021 ഇലക്ഷനിൽ 19 നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുന്നേറ്റം LDF-ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ മണ്ഡലത്തിൽ വരുന്ന MLA-മാരുടെ പെർഫോമൻസും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും LDF ഗവൺമെൻറ്റിനോട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ജനങ്ങൾക്ക് പരിഭവമൊക്കെ ഉണ്ടാവും, പക്ഷേ ജനങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയോടൊരു പ്രതികാര ബുദ്ധി LDF-നോടില്ല. LDF-ന് ഇപ്പോഴും സ്നേഹിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും മതേതരത്വം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ ഏറ്റവും സ്റ്റബേണായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി LDF-ആണ്. ചാഞ്ചല്യമില്ലാത്ത ഒരു നിലപാടാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയുള്ള സമീപനമാണ്. അപ്പം മതേതരത്വം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാവുന്ന മുന്നണി LDF-ആണ്. ഇതൊരു പരസ്യവാദ്യത്തിൽ പറയുന്ന കാര്യമൊന്നുമില്ല. ആളുകളുടെ ജീവിതാനുഭവത്തിൽ ആളുകൾക്ക് അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നമുക്ക് ചെറുത്തോൽപ്പിക്കാൻ കേരളീയർക്ക് സാധിക്കുക? പിന്നെ രാജ്യത്ത് നമ്മളിപ്പോൾ എന്തൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ ജീവിതാനുഭവം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ പെട്രോളിൻ്റെ വില എന്താണ്? ഡീസലിൻ്റെ വില എത്രയായിരുന്നു നരേന്ദ്രമോദി വരും? ഇപ്പോൾ എത്രയാണ് വില? ഈ സ്ത്രീ ശാക്തീകരണം പറയുന്ന ആളുകൾ നൽകേണ്ട മറുപടി, നരേന്ദ്രമോദി വരുമ്പോൾ അധികാരത്തിൽ വരുമ്പോൾ 2014 ഒരു കുറ്റി ഗ്യാസിൻ്റെ വില 400 ചില്ലാൻ രൂപയായിരുന്നു. ഇപ്പോൾ 1000-ൽ മേലെയാണ്. 8 കൊല്ലം മുമ്പ് നരേന്ദ്രമോദി ഇവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞ എന്താ, നിങ്ങൾ പോയി കുക്കിംഗ് ഗ്യാസിന് പൈസ അടച്ചാലും ഞങ്ങൾക്ക് നിങ്ങളുടെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഒരു മാസം ബാങ്ക് അക്കൗണ്ടിലെ സബ്സിഡി വന്നു. പിന്നെ ഇന്ന് വരെ സബ്സിഡി ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ആരുടെ താല്പര്യത്തിനാണ് ഭരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ നേട്ടം ഉണ്ടാക്കുന്ന ആരാണ്? ഇവിടുത്തെ കോർപ്പറേറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്ക് 64-ലെ സ്റ്റാറ്റ്യൂട്ടറി രാഷ്ട്രീയ സമ്പ്രദായം വഴി അരി കിട്ടാൻ വേണ്ടി വലിയ പോരാട്ടം നടത്തിയ ആൾക്കാരാണ് കേരളീയർ. നമ്മൾ അരി ഉണ്ടെന്ന ആൾക്കാരാണ്. അരിയുടെയും പിന്നെ ഭക്ഷ്യവസ്തുക്കളുടെയും വില വർദ്ധിച്ചു. FCI ഗോഡൗണുകൾ വഴി എക്സസ് ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഓപ്പൺ മാർക്കറ്റ് സ്കീം വഴി നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വാങ്ങിയെടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് കേരളീയർക്കെതിരായിട്ടാണ്. ആ സ്കീം സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിനും ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ പങ്കെടുക്കാൻ അധികാരമില്ല. പിന്നെ പങ്കെടുക്കാൻ ആർക്കും അധികാരമുള്ളത് റിലയൻസിനെ പോലെയുള്ള കമ്പനികൾക്കാണ് അധികാരമുള്ളത്. അവരാണ് ഈ വിലക്കയറ്റം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവരാണ്. അവരുടെ സൂപ്പർ മാർക്കറ്റുകളിലാണ് ഒരു മുക്കിലും മൂലയിൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ച ഒരു മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി BJP വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അരിയുടെ വില കുറയ്ക്കേണ്ട കാര്യങ്ങൾക്ക് പകരം അരിയുടെ വില വർദ്ധിപ്പിക്കാൻ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഭാരത് റൈസ് വിതരണം ചെയ്യുന്ന തൃശ്ശൂർ മാത്രം വിതരണം ചെയ്യുകയാണ്. ഇത് ഡിസംബർ മാസത്തിലുണ്ടായ വിലക്കയറ്റമാണോ? അങ്ങനെ അവർക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ, ജനങ്ങൾക്ക് വിലക്കുറവിന് ഭക്ഷ്യധാന്യം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്നാണ്. ഇന്ന് പൊതുവിതരണ രംഗത്തെ ഏറ്റവും സുശക്തമായ നെറ്റ്വർക്ക് ഉള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം കൂടിയാണ് റേഷൻ കടകൾ. 14,000 ചില്ലാനും റേഷൻ കടകളുണ്ട്. 4,000-ഓളം വരുന്ന പൊതുവിതരണ സംവിധാനങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ നീതി സ്റ്റോറുകളടക്കം ഒരു 10-40,000 ഔട്ട്ലെറ്റുകളുടെ നെറ്റ്വർക്കുള്ള ഒരു സംവിധാനമാണ് സംസ്ഥാനത്തിൻ്റെ. എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിന് സഹകരിക്കാൻ വേണ്ടി തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ്? പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഭണ്ഡാർ പോലെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഒരു കോർപ്പറേറ്റ് സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെല്ലാം BJP രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കുന്ന ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ഈ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വളരെ ഋജുവായ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. അപ്പോൾ ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും LDF-ന് ഇവിടെ വിജയിക്കാൻ കഴിയും.